ഒരു ഞായറാഴ്ച സപ്ലിമെന്റിൽ ഒതുങ്ങി അവസാനിക്കേണ്ടിയിരുന്ന, എന്നാൽ മംഗളൂരുവിൽ നിന്നും തുടങ്ങി ഇന്ത്യ രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിലേക്ക് നീളുന്ന പൊള്ളുന്ന യാത്രകളുടെ യാഥാർത്ഥ്യങ്ങളുടെ ബോധ്യങ്ങൾ. സമഗ്രമായ അന്വേഷണം സാധ്യമാവില്ലെന്ന തിരിച്ചറിവിലാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് എന്ന് എഴുത്തുകാരൻ ആമുഖത്തിൽ കുറിച്ചിട്ടുണ്ട്. നർത്തകികൾ ഒഴിഞ്ഞ മംഗലാപുരത്തിൽ തുടങ്ങി ഉച്ചങ്കിമലയിലെ കറുത്ത പൗർണമികളിലൂടെ സോനാഗച്ചിയും കാളികെട്ടുമെല്ലാം കടന്ന് അയാൾ നമുക്ക് മുന്നിൽ ഒരു ഇന്ത്യയെ വരയ്ക്കുന്നുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴികളും ജാതിവരകളും കടന്നു പോകാനാകാതെ വീണുപോയ പെൺജന്മങ്ങൾ. 1982 കർണാടകയിൽ നിയമം മൂലം ദേവദാസി സമ്പ്രദായം നിരോധിക്കുന്നു. ഇത്തരം നിരോധനങ്ങൾ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമുള്ള കടന്നുകയറ്റമാണെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിരോധിക്കാൻ സർക്കാരിന് പറ്റുമോ എന്ന ചോദ്യമെറിഞ്ഞ് ഗതികെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ പട്ടിണിയെ മുതലെടുക്കുന്നു. നിറഞ്ഞുണ്ണുകയും ഉറങ്ങുകയും ചെയ്യുക എന്നത് സ്വപ്നങ്ങളിൽ പോലും അന്യമായ മനുഷ്യജന്മങ്ങൾ വയസ്സറിയിച്ച തങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുമായി ഉച്ചങ്കിമല കയറുന്നു. ഓരോ മാഘപൗർണമിയും അനേകം പെൺകുഞ്ഞുങ്ങളെ ഇന്ത്യൻ തെരുവുകളിലെ ശരീര കമ്പോളങ്ങളിലേക്ക് അയക്കുന്നു. എല്ലാ കച്ചവടങ്ങളിലെയും പോലെ ഈ മാംസക്കച്ചവടത്തിലും ഇടനിലക്കാർ തടിച്ചു കൊഴുക്കുകയും അന്നുവരെ കണ്ടിട്ടു പോലുമില്ലാത്ത ഒരുവന്റെ ലൈംഗികതയുടെ ചൂടും ചൂരും ദാരിദ്ര്യവും ക്രൂരതയും ഇറക്കി വെക്കപ്പെടുന്ന പെൺശരീരങ്ങൾക്ക് തുച്ഛമായ എച്ചിൽ കാശും. പകൽ ദൈവത്തിൻ്റെ ദാസിമാരായവർ രാത്രികളിൽ നാട്ടിലെ പ്രമാണിമാരുടെ ദാസിമാരാകുന്നു. പുതിയ ദാസിമാരെ കിട്ടുമ്പോൾ പഴയ ആളുകളെ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവർ ഭിക്ഷയെടുത്തും വിളിക്കുന്നവരോടൊപ്പം പോയും പൂർണ്ണമായും ലൈംഗിക തൊഴിലാളികളായി മാറുന്നു. മാതാപിതാക്കൾക്ക് താല്പര്യമില്ലാത്ത പെൺകുട്ടികളെയും ദേവദാസികളായി മാറ്റുന്നു. വിശ്വാസത്തിൻ്റെയും അധികാരത്തിൻ്റെയും ആചാരത്തിൻ്റെയും കൂട്ടുപിടിച്ച് അതവർ എളുപ്പത്തിൽ സാധിച്ചെടുക്കുന്നു. ഋതുമതികളാകാത്ത പെൺകുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ എത്രയോ രാത്രികൾ കവർന്നെടുത്തിരിക്കുന്നു. ദേവദാസി മുന്നണി പ്രവർത്തക രേണുകയുമായുള്ള അഭിമുഖത്തിൽ അവരിങ്ങനെ പറയുന്നുണ്ട്: യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു വ്യഭിചാരം തന്നെയാണ് ഇവിടുത്തെ ദേവദാസി സമ്പ്രദായം. ക്ഷേത്രങ്ങളിൽ വരുന്നവർക്കപ്പുറം പുതിയ ദൈവങ്ങളെ തേടി ഇവർ പിന്നെ തെരുവുകളിലേക്ക് ഇറങ്ങും. അങ്ങനെ തെരുവുകളിലെ ലൈംഗിക തൊഴിലാളികളിൽ ഒരാളായി അവർ മാറുന്നു. സ്കൂളിൽ നിന്നുള്ള പാഠങ്ങൾ അവസാനിപ്പിച്ചു പോന്ന എനിക്ക് പുതിയ പാഠങ്ങളായിരുന്നു ഇതൊക്കെ. പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ചിന്ത അപ്പോഴാണ് മുള പൊട്ടിയത്. പഠിക്കാൻ പോയിരുന്നെങ്കിൽ ഇതൊന്നും ചിന്തിക്കേണ്ടല്ലോ എന്നായിരുന്നു എൻ്റെ തോന്നൽ. ഈ പുതിയ പാഠങ്ങളിൽ നിന്ന് എത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും കുതറി മാറാൻ എനിക്ക് പറ്റിയില്ല. എന്നും എപ്പോഴും ആ ചിന്ത എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. എന്നെ പോലുള്ള ഓരോ പെൺകുട്ടിയെ കാണുമ്പോഴും ഈ പേടി വർദ്ധിച്ചു വന്നു. എന്നാൽ ഇതുപോലൊരു വിധി എന്നെ കാത്തിരിക്കുന്നു എന്ന തോന്നൽ മനസ്സിൽ ഉയർന്നതേയില്ല. അല്ല, അങ്ങനെ വിചാരിക്കാൻ മനസ്സ് ഇഷ്ടപ്പെട്ടതേയില്ല എന്നതാണ് സത്യം. അവസാനത്തെ താളും മറിയുമ്പോൾ ബാക്കിയാവുന്നുണ്ട് ജോഗമ്മമാരും സ്വന്തം ഭാര്യയ്ക്ക് 200 രൂപ വില പറഞ്ഞവനും പൂർണിമയും മജുംദാറും ഓടവെള്ളത്തിൽ നിന്നും അവശിഷ്ടങ്ങൾ പെറുക്കി തിന്ന ഉജ്ജയിനിയിലെ റാണിയായിരുന്ന സുനിതയും. മംഗലാപുരവും പെത്താപുരവും പുരിയും സോനാഗച്ചിയും കാമാത്തിപുരയും കുഞ്ചൂരും ഉജ്ജയിനിയും ഉച്ചങ്കിമലയും ഈ നാട് തന്നെയാണ്. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അതിലുമപ്പുറം കൊടിയ ദാരിദ്ര്യത്തിലും ആണ്ടുകിടക്കുന്ന ഇന്ത്യൻ ഗ്രാമശീലങ്ങളുടെ ഇരകളായി ദേവദാസികളായും ലൈംഗിക തൊഴിലാളികളായും ജീവിതം ഉടഞ്ഞു പോകുന്ന സ്ത്രീജന്മങ്ങളുടെ നേർക്കാഴ്ച. 8 വർഷത്തോളം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ യാത്രകളിലൂടെ മാധ്യമപ്രവർത്തകനായ ലേഖകൻ ശേഖരിച്ച വിവരങ്ങൾ കേട്ടുകേൾവികൾക്കപ്പുറം ഇരുളടഞ്ഞ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. ജാതിയും സമ്പത്തും അതിർവരമ്പുകൾ നിശ്ചയിക്കുന്ന ഈ രാജ്യത്തെ സാമൂഹിക വ്യവസ്ഥ വേശ്യാ തെരുവുകളിലേക്ക് തള്ളിവിട്ട സ്ത്രീകളുടെ തകർന്നടിഞ്ഞ ജീവിതങ്ങളിലൂടെ ഒരു യാത്ര. 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അരുൺ എഴുത്തച്ഛൻ്റെ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ.